സത്യം പറ, പെട്ടെന്നൊരു സദ്യ ഒരുക്കാം. എന്താ ഇതിന്റെ ഗുഡൻസ്? ഇന്ന് എന്റെ 5ാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിയിട്ട്. ഡെത്ത് ആനിവേഴ്സറിയോ? ആ, ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് ഇന്ന് 5 വർഷം തികയല്ലേ. പട്ടിയുണ്ടോ? ആ, ഫിലിപ്പോസ് ഉണ്ട്. ആരാ? പട്ടിയുടെ പേരാ ഫിലിപ്പോസ്. അല്ല, നിന്റെ അപ്പന്റെ പേര്? ആരാ? എവിടെന്നാ? കുറച്ച് വടക്കുന്ന് ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നു. അഡ്വാൻസ് കൊണ്ടുവന്നു എന്റെ അപ്പനെ വിളിക്കുക നീ. സ്റ്റോറി കൃഷ്ണ, ഇന്നത്തെ കണി കൊള്ളാം. അഡ്വാൻസ് വരണ വഴിയേ. വരണം 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 വരണം. ശാകുന്തളമാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ്. ഡേറ്റ് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഭാരതിയോടൊന്ന് ചോദിക്കട്ടെ. ഭാരതി, രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. രജിസ്റ്റർ ഒന്നും നോക്കാനില്ല, എനിക്ക് മനപ്പാടമാ ഫുള്ളാ. എന്നാലും ഒന്ന് നോക്കിക്കളയാം. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ല. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. കാറുണ്ടേ, ഒന്ന് അവിടെ വരെ വരാവോ? പിന്നെന്താ, അഹങ്കാരം എനിക്ക് ലേശമില്ല. ഡേറ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. ഭാരതി, ഞാൻ പോയി അഡ്വാൻസ് വാങ്ങി വേഗം വന്നേക്കാം. തേങ്ങ ചിരട്ടിക്കുള്ളൂ, ഞാൻ വന്നിട്ട് പിഴിഞ്ഞാൽ മതി. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് പിഴിയട്ടെ. സെക്രട്ടറി, ഈ പരിപാടി വടക്കുന്നാവുമ്പോ നമുക്ക് എത്ര രൂപ പറയാം? ഒരു 8,000. 18,000. ഞങ്ങളുടെ ഇപ്പോഴത്തെ റേറ്റ് 18 പറഞ്ഞല്ലോ. നമുക്കത് റൗണ്ട് ചെയ്ത് 20 ആക്കാം. 2 ചേട്ടന് ഞാനതൊക്കെ തീരുമാനിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. വരുന്നുണ്ട് വരുന്നുണ്ട്. പറഞ്ഞെ കേറ് മുമ്പില്. വണ്ടി AC ആണോ? AC ആണ്. എനിക്ക് കുഴപ്പമില്ല. വേർത്ത ഗ്ലാമർ പോവേ. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ. അയ്യോ, എന്നെ പീഡിപ്പിക്കുന്നേ, രക്ഷിക്കണേ. ഉണ്ടോ? നിങ്ങളൊക്കെ ആരാ? കാന്തപുരം പ്രദേശ് കേട്ടിട്ടുണ്ടോ ഈ പേര്? ഓ, കത്ത് കത്ത്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാന്തപുരം കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരാ ഞങ്ങള്. ബുദ്ധിരാക്ഷസനെന്നും അഭിനവ ചാലക്യൻ എന്ന് പറയപ്പെടുന്ന ഉപേന്ദ്രവർമ്മയാണ് നാം. കരുത്തിന്റെ കാര്യത്തിൽ മഹാഭാരതത്തിലെ ഭീമനെയും വെല്ലുന്ന വീരശൂര പരാക്രമി രാധാകൃഷ്ണവർമ്മയാണ് നോമും. ഉണ്ണിയെ കണ്ടാൽ ഉണ്ണിയെ കണ്ടാൽ അറിയാമോ ഉരുളപ്പഞ്ഞം. ഭീമനും ചാണക്യനും സമ്മതിച്ചു. ആട്ടെ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഊരുരുട്ടാതി പിറന്ന ഒരു കാഞ്ചന ലക്ഷ്മി, നിതർമ്മം മറയ്ക്കുന്ന കാർകൂന്തൽ, ചെമ്പകപ്പൂവിതൽ തോക്കുന്ന നിറം, നീണ്ടിടപ്പെട്ട മിഴികൾ, പവിഴാധരങ്ങൾ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഹാരാജാവേ. ഞാനേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവാ. സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഓ, രാജകുമാരിക്ക് പറ്റിയ ഒരു ചരക്കേ. ഞങ്ങളുടെ രാജകുമാരിക്ക് സംബന്ധം ആലോചിക്കാനല്ല, പൂരപ്പറമ്പിൽ നാടകം നടിച്ചേർന്ന നിന്നെ തരുന്നത്. നീ ആദ്യം കാര്യങ്ങൾ അറിയാ. എന്നാ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഈ കാഞ്ചനലക്ഷ്മി പണ്ട് ബാല്യവിവാഹം കഴിച്ചതാ സൂര്യനാരായണൻ എന്ന മുറപ്പയ്യനെ. കുട്ടിക്കാലത്ത് തന്നെ സൂര്യനാരായണനെ കാണാതായി. ഈ നാട് മുഴുവൻ തേടി, ഇതുവരെ കിട്ടിയില്ല. എന്ന വർഷം ഇത്രയായിട്ടും കാഞ്ചനലക്ഷ്മി വിവാഹം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അത് കാരണം കൊട്ടാരത്തിലെ അവകാശികളായ ഞങ്ങൾക്കൊന്നും 10 പൈസ കൈ കിട്ടിയിട്ടില്ല. സൂര്യനാരായണനെ കണ്ടുപിടിച്ചു കൊടുത്താൽ റാണി സന്തോഷവതിയാവും, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കോന്നലെ മുമ്പ് കൊണ്ട് നിർത്തി ഇതാണ് നിന്റെ സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ റാണി വിശ്വസിക്കില്ല. അപ്പൊ അതിന് ചോദിച്ച ഒരാളെ വേണം. തപ്പി നടന്നു കണ്ടുപിടിച്ചു നിന്നെ. ശാകുന്തളം, പഴശ്ശിരാജ, വിക്രമാദിത്യൻ, സമ്പൂർണ്ണ രാമായണം, ഇതിലേത് വേണമെങ്കിലും കളിക്കാം. സൂര്യനാരായണ ചരിതം. ഡേറ്റ് ഇല്ല. ഞങ്ങൾക്ക് ട്രൂപ്പ് വേണ്ട, നിന്നെ മാത്രം മതി. നിന്നെ. നീയാണ് ഞങ്ങളുടെ സൂര്യനാരായണൻ. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വീടറോ, എനിക്ക് പോണം. വണ്ടി റെഡിയല്ലേ? എവിടെ അഡ്വാൻസ് കൊണ്ടുവന്ന ഡ്രൈവർ? സോറി, ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലേ? നിങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വയ്ക്കോ, പോ മുമ്പേ 25,000 ഇവിടെ എണ്ണി വെക്കണം. എന്തിന്? ആയുഷ്കാല പർച്ചേസ് നടത്തിയില്ലേ, അത് ഞങ്ങൾ തന്ന കിഴിപ്പണം കൊണ്ടാ. അയ്യോ, നോക്ക്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചേരി തമ്പുരാക്കന്മാര്. ഒരേ ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വാ. റാണിയുടെ മുമ്പിൽ സൂര്യനാരായണനായിട്ടൊന്ന് വേഷമിട്. 10 വർഷം നീ നാടകം കളിച്ചാൽ കിട്ടാത്ത പണം ഞങ്ങൾ തരാം. 3 ലക്ഷം. 3 ലക്ഷം? അതെ, 3 lakhs. മിണ്ടരുത്. തട്ടയുള്ള അഭിനയം മാത്രം മതി. കണ്ടകശനിയാണെന്നുള്ള ചിന്ത പോലും ഇല്ല. ഓരോ പുലിവാരികളും പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് ഇരുന്നേ. മഹാലക്ഷ്മി വന്ന് മുട്ടി വിളിക്കുമ്പോ പോന്ന് പറയരുത്. പലിശക്കാരൻ മുഴുവൻ സെറ്റിൽ ചെയ്ത് പണയം വെച്ചിരിക്കുന്ന നിന്റെ ആഭരണങ്ങൾ എടുത്താലും ബാക്കി ഉണ്ടാവും 90,000 രൂപ. അത് നമുക്ക് അമ്മൂട്ടിയുടെ പേരിൽ FD ഇടാം. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ FD. ആ രാജകുമാരിയെ കാണുമ്പോ ഓന്തിനെ പോലെ നിങ്ങളുടെ നിറം അറിയാലോ. കലാകാരനല്ലേ, റിസ്കാ. ശരിയാ. ഇവളുടെ അനുവാദം വാങ്ങിയിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഈ പ്രതിസന്ധി കനകാംബരനെ തരണം ചെയ്തേ പറ്റൂ.
ഇത് സിനിമ മേക്കപ്പ് മാൻ ജയചന്ദ്രൻ. നമസ്കാരം. എന്റെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റും. ഇത് സിനിമാ കോസ്റ്റ്യൂമർ മനോജ് ആലപ്പുഴ. നമസ്കാരം. ഈ പഴഞ്ചീലയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിപ്പിക്കും. ഈ രാജാപ്പാത്തിന്റെ കിരീടവും ആടയാഭരണങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ഛേ, എടുത്തിരുന്നെങ്കിൽ അതിന്റെ വാടക കൂടി കിട്ടിയത്. നിന്റെ ഉണക്ക നാടകത്തിലെ രാജാപാത്ത് പോലത് ആ. കാന്തപുരം കൊട്ടാരമാണ് ഇറങ്ങി. ആ ഇത്തിരി കാശിന് കുറവുണ്ടെന്ന് കരുതി ഒരു ഒന്നാന്തരം ഡ്രാമാർട്ടിസ്റ്റിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വണ്ടി? ഏയ് നിക്ക് 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 എടോ മണ്ടച്ചാരെ, നിന്റെ രാജാപ്പാട്ട് അസലായതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നെ തന്നെ തേടി വന്നത്. കൂൾ ഡൗൺ കറുക. വാ നമുക്ക് സൂര്യനാരായണ. വാ. തട്ടേന്നുള്ള ശീലമാ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഓ, തെലുങ്ക് ദേശത്ത് രാജമന്ത്രിയിൽ ക്രാന്തി പാലസ് എന്നൊരു കൊട്ടാരമുണ്ട്. അവിടെ നിന്ന് പണ്ടൊരു രാജകുമാരൻ നമ്മുടെ കൊട്ടാരത്തിലേക്ക് രത്നവ്യാപാരത്തിന് വന്നു. വന്നവൻ സുന്ദരൻ സുമുഖൻ. കുറെ രത്നങ്ങളിലൂടെ തള്ളിയിട്ട് ഞങ്ങളുടെ പെങ്ങളെയും കൊണ്ട് അവൻ മുങ്ങി. ഓഹോ. അതിന്റെ പേരിൽ രണ്ട് കൊട്ടാരങ്ങളും തമ്മിൽ കുറെ കാലം ഉടക്കിലായിരുന്നു. എന്നാൽ സുഭാഷിണിക്കൊരു കുഞ്ഞു ജനിച്ചതോടെ എല്ലാം കോംപ്രമൈസായി. അങ്ങനെ പെങ്ങള് തിരിച്ചെത്തി. അന്നത്തെ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി സൂര്യനാരായണനെ കാത്തിരിക്കുന്ന കാഞ്ചന ലക്ഷ്മി. ഈ നിമിഷം മുതൽ നീ കനകാംബരനല്ല, സൂര്യനാരായണ. വെറുതെയാണോ രാജാപ്പാട്ട് കനകാംബരൻ ആളുകൾ വിളിക്കുന്നത്? കൊട്ടാരത്തിൽ കുറെ പേർ തെലുങ്കരും കുറെ പേർ മലയാളികളും. ഏമണ്ടി കിമണ്ടി എന്നൊക്കെ കേട്ടാൽ നീ മറുപടി ഒന്നും പറയണ്ട. ചീത്ത വാക്കുകളല്ല. ഈ സൂര്യനാരായണൻ തെലുങ്കനോ പഞ്ചാബിയോ? പേടിക്കണ്ട, മലയാളി. ഭാഗ്യം. ആ പിന്നെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം. ഒരു ഗാംഭീര്യമൊക്കെ വേണം. ഇത്രയും മതിയാവൂ? അത്രയും വേണ്ട. കൊട്ടാരമല്ലേ, പലതരം പഴങ്ങളും വില കൂടിയ ഭക്ഷണങ്ങളും ഒക്കെ കിട്ടും. കൈയിട്ട് വാരരുത്. താൻ കുറെ നേരമായല്ലോ. ഞാൻ എന്താ തീറ്റി പണ്ടാരോ? അല്ല, കാണാതെ കിടന്ന് കാണുമ്പോഴേ. ഞാൻ ആ ടൈപ്പ് അല്ല. ചൂടാകാത്ത കനക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ആ ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് കാര്യം നടത്തി വൈകുന്നേരം എന്നെ തിരിച്ചു വിടണം. അത് ഏറ്റു. എന്നാൽ സാക്ഷാൽ സൂര്യനാരായണൻ പുറപ്പെട്ടോളൂ കൊട്ടാരത്തിലേക്ക്. ഇന്ന് തന്നെ നിന്നെ റാണിയുടെ മുമ്പിൽ എത്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് റാണിയുടെ ജന്മനാളാണ്. റാണിക്ക് ഞങ്ങൾ നൽകുന്ന പിറന്നാൾ സമ്മാനം